ഞാൻ നിങ്ങളുടെ സീക്രട്ട് പറഞ്ഞില്ല മുമ്പേ റിവ്യൂ പറയും. എനിക്ക് വേണ്ട ഒരു ദിവസം ചായ തലവേദന വരായിരിക്കണം. ഓ അതാണ് ഇത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അഞ്ചിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളെ ഇവിടെ വന്നിട്ട് പണ്ട് GCK-യിലായിരുന്നപ്പോൾ കുറേ വരുമായിരുന്നു ഇവിടെ, എപ്പോഴും വരുമായിരുന്നില്ലേ. വെറുതെ വന്നിട്ട് ചുമ്മാ ഫുഡ് കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഒരു ചാലഞ്ച് കൊടുക്കുകയാണ്. അത് പിന്നെ പറയാൻ പറ്റും. ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ തലയില്ലായിരുന്നു 60 രൂപയുള്ളൂ ലാഭം. കൊള്ളാം അല്ലേ? ബാംഗ്ലൂർ പോകുന്നുണ്ട് അവിടെ ദോശക്കട ഇടാനല്ലേ. രണ്ടെണ്ണം എടുക്കുക, കുഴപ്പമില്ല, കാശൊന്നും നോക്കണ്ട. അവർ ഇതിലൊക്കെ എന്ത് വെള്ളം കുടിക്കുന്നത്? ഇതില് നിങ്ങൾക്ക് ചായ കുടിക്കുമ്പോൾ ഓക്കെ ആവല്ലേ? ഇത്രയാണ് എനിക്ക് വേണ്ട ഒരു ദിവസം ചായ തലവേദന വരായിരിക്കണം. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ വന്ന് ഇവിടെ പ്രത്യേകിച്ചൊരു പണിയില്ല ഞങ്ങൾക്ക്. ഞാൻ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് 100 രൂപ വെച്ച് ഞാൻ രണ്ടുപേർക്കും കൊടുക്കും. ഇവർക്ക് ആ 100 രൂപയ്ക്ക് എന്ത് സാധനം വേണോ വാങ്ങിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഇവർ ആദ്യം എടുക്കുന്ന സാധനത്തിന്റെ 1 രൂപയിൽ കൂടുതലായിരിക്കും രണ്ടാമത്തെ സാധനം. മൂന്നാമത് എടുക്കുമ്പോൾ 2 രൂപ കൂടുതലായിരിക്കും. ഓടാ, ആ രണ്ടാമത് എടുത്ത സാധനത്തിന്റെ റേറ്റ് കൂടുതലായിട്ടാണ് എടുക്കുക. അങ്ങനെ ഇഷ്ടമുള്ള സാധനം ഇവർക്ക് 100 രൂപയുടെ അകത്ത് എടുക്കാം. ലാസ്റ്റ് കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടെ 100-ന് പുറത്ത് പോകാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും. നിങ്ങൾക്ക് ആ സാധനം ഞാൻ വാങ്ങിച്ചു തരുമില്ല. ഓക്കെ ആണോ? ആലോചിച്ചിട്ട് ചാലഞ്ച് ചെയ്തെടുക്കും. ഒരു 95 ആ ഒരു റേഞ്ച് വരെയാണെങ്കിൽ വാങ്ങിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ റൂള് നോക്കണം. ഞാൻ ആദ്യം എടുത്ത സാധനം ഏതാണ് ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ ആണ് ഗൈസ്, നിങ്ങൾ റെഡി? ഇവിടെ സ്പീഡിലല്ല കാര്യം, നമ്മുടെ ബുദ്ധിയിലാണ് കാര്യം. 100-നുള്ളിൽ നമുക്ക് തേക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും വില കൂടുന്ന സാധനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ആദ്യം. ഞാൻ ആദ്യം എടുത്തത് ഓർബിറ്റാണ്, 10 രൂപയുടെ ഓർബിറ്റ്. സ്റ്റാർട്ടിങ് ഓഫ് ഗുഡ് ഗൈസ്, ഞാൻ ഡബിൾ മിന്റ് എടുത്ത് 10 രൂപയ്ക്ക്. അപ്പോൾ എനിക്ക് ഇനി 11 രൂപയ്ക്കുള്ള സാധനം തൊട്ട് ഞാൻ അടുത്തെടുക്കാം. കഴിക്കാനുള്ള 2 സാധനം, ഇനി നമുക്ക് കുടിക്കാനുള്ള എന്തെങ്കിലും 10 രൂപ. ഇപ്പം കയ്യിൽ 10 രൂപയുടെ ഓർബിറ്റും 15 രൂപയുടെ ബോബിളും, 25 രൂപ. ഇവിടെ 5 രൂപയ്ക്ക് സാധനം ഉണ്ടായിരുന്നു ഗൈസ്. മിതി തുടങ്ങിയെങ്കിൽ 2 രൂപ. ടിക്ടാക്ക് പോലും 20 രൂപയായി. ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഒരു സോപ്പാണോ എടുത്ത് ഇത്ര നേരം? ഈ പൊട്ടന് കാശ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അവരുടെ മിട്ട് ഒരു ലോഡ് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ എപ്സൺ എടുത്തോണ്ട് ഇവിടെ നിന്നിട്ട് കാര്യം എനിക്ക് നമ്മുടെ മറ്റേ ലേസ്, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയാൽ കുറച്ചും കൂടി ഒരു ഐറ്റംസ് കിട്ടും. ഗൈസ്, അപ്പോൾ അജിന്റെ ടാസ്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. മിട്ടുവിനെ കാണാനില്ല. മിട്ടു അത് ഇതെല്ലാം തിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സീക്രട്ട് പറഞ്ഞില്ല. തന്നെ ഇവൻ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതൊക്കെ എത്രയാ? 55 ബാക്കി 45 രൂപയുണ്ട്. മിട്ടുവിനെ പോലെ ഒരാളെ കാണാതെ. എന്താണിത്? 100 രൂപയ്ക്കാണോ വാങ്ങിച്ചേ? 100 രൂപയ്ക്കാണോ വാങ്ങിച്ചത്? അതെ 50 രൂപ മതിയായിരുന്നു. ഈ കിടന്ന് ഓടായിരുന്നു. കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നിങ്ങൾ ആദ്യം ഓരോരുത്തരും ഓരോന്ന് 20 രൂപയ്ക്ക് ചോക്ലേറ്റ് ബ്രൗണി, അതിന്റെ അഡീഷണൽ ആയിട്ട് 25 രൂപയ്ക്ക് ഇത്, ബാക്കി 45 ഉണ്ട്. ഞാൻ കറക്റ്റ് 45 രൂപയ്ക്ക് 100 രൂപ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 15 രൂപയ്ക്ക് ബോബിൾസ്, 20 രൂപയ്ക്ക് ആക്ടിവിറ്റീസ്, 35 രൂപയ്ക്ക് 25 രൂപയ്ക്ക് ടിക്കറ്റ്. 55 അല്ല 60. 60, 30, 90 ഞാൻ വിചാരിച്ചു ലാഭിക്കണം. 100 രൂപയ്ക്ക് താഴെ ആണോ? ഓക്കെ ഞാൻ ഇതെന്തായാലും 2 സാധനം വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒന്ന് എടുക്കാം നിങ്ങൾക്ക്. മിട്ടുന് അതിന് ഇല്ല. മിട്ടു നീ തോറ്റ്. നിനക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം.
അതിന് ഏതെങ്കിലും ഒന്നും എടുക്കാൻ ഇഷ്ടമാണ്. വെള്ളം ഹാപ്പി അല്ലേ നിങ്ങള്? അപ്പൊ രണ്ടുപേരും നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിട്ടൊരു ഒരു റൂൾസ് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടൂലല്ലോ. എന്തോ ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ചാലഞ്ചിലെ വിന്നറായിട്ട് തിരഞ്ഞെടുത്തത് അജിൽ പ്രതാപ്. വാ ഗായ്സ്, അപ്പൊ നമ്മൾ ഇനി തൊട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. ഇത് മാത്രമാണ് ഓ, അതാണ് ഇതൊക്കെ എടുക്കുന്ന. എടാ മോനെ, ആ മുഖം നോക്കട്ടെ. ഹെൽത്തി അറിയാമോ ചെയ്യാൻ? ചുമ്മാ വലിച്ചൊരു എടുക്കണം. എന്തൊക്കെ വാരി വയ്ക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന ചെയ്യാനുണ്ട്. ജിമ്മി പോണ്ട ഷോ. ഹെൽത്തി ഇവിടെ തീറ്റയുണ്ട് വന്നപ്പോഴേ. ഓക്കെ, ചവച്ചരച്ച് ഇറക്കി. ഓക്കെ, മിട്ടു ഇനി കഴിക്കാതെ മുമ്പേ റിവ്യൂ പറയും. ഇല്ല, അതൊന്നും ഇനി പൊക്കം കുറഞ്ഞു. ഷോ ആണ് കേട്ടോ, നേരത്തെ വന്ന് കഴിച്ചതിന്റെ ഷോ. സാലഡ് മിക്സ് ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെ ക്ലോയി കർദാശൻ പറഞ്ഞു. GCK എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും വന്ന് ഇങ്ങനെ കുറേ ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ മാറെടുത്തത് ഫസ്റ്റ് ഞങ്ങൾ ഇത് കഴിക്കും. ഇന്ന് ഹെൽത്തിയാണ് ഗൈസ്. കുറേ മൈനൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോണ് ചാരി വെച്ചിരിക്കുന്നത് ബിരിയാണി. പകുതി എത്തുന്നില്ല. കുറച്ച് ഫണ്ണേ ഉള്ളു. ഫുഡ് ഓവറായി പോയി. കുറച്ച് ഫുഡായിരുന്നല്ലോ. കുറച്ച് ഫുഡാണെങ്കിലും നല്ല അല്ല, കുറച്ച് കഴിച്ചപ്പോ തന്നെ വയറ് ഫുള്ളായി. കാരണം ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഇല്ല, ഇവൻ എന്റെ വീട്ടിൽ 2 മിനിറ്റ് പുട്ട് കൊടുക്കും. കഴിച്ചോടെ എപ്പോഴും ഇങ്ങനെ കണക്ക് പറയും. ഫുഡൊക്കെ നമുക്ക് എടുത്ത് തിന്നോളാൻ പറഞ്ഞിട്ട് ഇവിടെ കണക്ക് പറയും. കണക്ക് പറയണ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചില്ല. ഇത് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു. സാധനം കൊണ്ടുപോകുന്നുണ്ടല്ലേ? ടിപ്പിക്കൽ തള്ള വൈബാണ് ഗ്രീഷ്മ മോഹൻ. ബാക്കി വന്ന എല്ലാം പൊതിഞ്ഞ് ഇറക്കി കൊണ്ടുപോകും. ഇതിൻ്റെ അകത്ത് മയണൈസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ച് ചോറുണ്ട്. ഇത് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴും ഇതിന് 2 എണ്ണം ഇതിന് കൊടുക്കാൻ പറഞ്ഞു. പറയണ സത്യം പറയണേ. അങ്ങനെ നമ്മുടെ വ്ലോഗ് ഇപ്പൊ അവസാനിക്കും. ഇത് പിടിച്ചെടുക്കുന്നവിടെ ലൈക്ക് ഓഫ് ആക്കിയാൽ മനസ്സിലായോ? ഇതാണ് പ്ലാൻ. കേട്ടോടെ എല്ലാവരും കേട്ടോ. അതായത് നമ്മളിപ്പോ അതൊന്നും കൂടി ചെയ്യുകയാണ്. ഗ്രീഷ്മയുടെ ബാഗിന്റെ അകത്ത് ഗ്രീഷ്മ